പരമ്പരാഗത പാതയിലെ തീർത്ഥാടനത്തിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി ഹൈക്കോടതി. വണ്ടിപ്പെരിയാർ സത്രം, പുല്ലുമേട്, എരുമേലി വഴിയുള്ള തീർത്ഥാടനത്തിനാണ് വിലക്ക്. അതോടൊപ്പം ശബരിമലയിൽ ഭക്തർക്ക് സുരക്ഷിത തീർത്ഥാടനം ഒരുക്കാൻ കളക്ടർമാർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലാ കളക്ടർമാർക്കാണ് കോടതിയുടെ നിർദ്ദേശം. നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യം ഭക്തരെ അറിയിക്കണമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഈ ഒരു വിഷയത്തിൽ മഴ കടുക്കുന്നൊരു സാഹചര്യമുണ്ട്. പത്തനംതിട്ടയിൽ ഇന്നും അവധി ദിവസമായിരുന്നു. മാത്രവുമല്ല, മഴ മുന്നറിയിപ്പിൽ മാറ്റം വരുന്നത് വരെ പമ്പയിൽ ഇറങ്ങുന്നതിനും നിയന്ത്രണങ്ങൾ തുടരുകയാണ്, അല്ലേ? ദേവിക, മഴയും കനത്ത മൂടൽമഞ്ഞും പരിഗണിച്ചുകൊണ്ടാണ് ശബരിമല കാനനപാത വഴിയുള്ള പരമ്പരാഗത കാനനപാത വഴിയുള്ള തീർത്ഥാടനം ഹൈക്കോടതി വിലക്കി കൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ എരുമേലി കരിമല വഴിയുള്ളതും ഒപ്പം തന്നെ വണ്ടിപ്പെരിയാർ സത്രം, പുല്ലുമേട് വഴിയുള്ള പരമ്പരാഗത പാതകളിലൂടെയുള്ള തീർത്ഥാടനമാണ് ഇപ്പോൾ ഹൈക്കോടതി വിലക്കിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇക്കാര്യം ജില്ലാ കളക്ടർമാർ ഉറപ്പാക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകും വരെയായിരിക്കും ഈ വിലക്ക് നിലനിൽക്കുക. ഒപ്പം തന്നെ ശബരിമല തീർത്ഥാടനം അത് ഭക്തർക്ക് സുരക്ഷിതമായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കണമെന്നുകൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോട്ടയം, ഒപ്പം തന്നെ പത്തനംതിട്ട, ഇടുക്കി ജില്ലാ കളക്ടർമാർക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഈ ശബരിമല വിഷയങ്ങൾ എല്ലാ ദിവസവും ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഇന്ന് ഈ ഒരു കേസ് പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്ന് എല്ലാ ക്രമീകരണങ്ങളും കൃത്യമാണെന്നും തിരക്ക് നിയന്ത്രണ വിധേയമാണെന്നുമാണ് പോലീസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഈ പ്രത്യേക ക്യൂ സംബന്ധിച്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതായത് ഈ പ്രായമായവർക്കും കുട്ടികൾക്കും പ്രത്യേക ക്യൂ അനുവദിക്കണമെന്നുള്ളതായിരുന്നു മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. പക്ഷേ 2 ആഴ്ച മുൻപേ ഹൈക്കോടതി ഇത് സംബന്ധിച്ച് ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെട്ടത് എന്നുള്ളൊരു ചോദ്യം ഈ കേസ് ആദ്യഘട്ടത്തിൽ പരിഗണിച്ച സമയത്ത് ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഭക്തർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു തീർത്ഥാടനം ഒരുക്കാനായിട്ടാണ് ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എരുമേലിയിൽ ഈ വഴിപാട് സാധനങ്ങൾക്ക് അധിക വില ഈടാക്കുന്ന സംഭവത്തിൽ ഒരു ഹർജി ഹൈക്കോടതിയുടെ മുന്നിലെത്തിയിരുന്നു. ഇതിൽ കോട്ടയം ജില്ലാ കളക്ടർ നിലവിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനായിട്ട് സാവകാശം തേടിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ചത്തേക്ക് പ്രസ്തുത ഹർജി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നാളെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ വീണ്ടും ഹൈക്കോടതി വിലയിരുത്തുന്നതായിരിക്കും. ദേവിക.